Customer classification matrix. The customer classification matrix method was suggested by several literature positions. Then this categorization shows there are several different ways of companies to cancel profitable customers. പ്രോഫിറ്റബിൾ കസ്റ്റമേഴ്സിനെ നമുക്ക് പല രീതിയിൽ അപ്രോച്ച് ചെയ്യാനായിട്ട് ഡിഫറെൻറ്റ് വേസിൽ അപ്രോച്ച് ചെയ്യാനായിട്ട് പറ്റും. അതിനുവേണ്ടി ഉപയോഗിക്കുന്നതാണ് കസ്റ്റമർ ക്ലാസിഫിക്കേഷൻ മെട്രിക്സ്. ഈ മെട്രിക്സ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഡ്രോ ചെയ്തിട്ടുള്ള ഒരു മെട്രിക്സ് ആണ്. അതായത് 4 ബോക്സുകളുള്ള ഒരു ക്വാഡ്രൻ്റായിട്ട് ഒരു സ്ക്വയർ ബോക്സിനെ 4 ഭാഗങ്ങളായിട്ട് തിരിക്കുകയാണ് ചെയ്യുന്നത്. അതിൽ നമ്മൾ ഹെഡിങ്ങിൽ ടാർജറ്റും നോൺ ടാർജറ്റും സൈഡിൽ പ്രോഫിറ്റബിളും അൺപ്രോഫിറ്റബിളായിട്ട് തിരിക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ എഴുതേണ്ടതാണ് ഈ മെട്രിക്സിൽ വരുന്നത്. ഓൾറെഡി നമ്മൾ ക്ലാസ്സിൽ ആ ഡയഗ്രാം വരച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മോസ്റ്റ് വാല്യുബിൾ കസ്റ്റമേഴ്സ് ആ പാസീവ് കാറ്റഗറി. ഇവിടെ നമ്മൾ നോക്കുന്നത് ചില കാറ്റഗറിയുള്ള ആൾക്കാർ ഹൈ റവന്യൂ ഉണ്ട്, പക്ഷേ ഹൈ എക്സ്പെൻസീവ് ആണ്. കോസ്റ്റ് ഹൈ റവന്യൂ അറ്റ് ലിറ്റിൽ കോസ്റ്റ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഹൈ റവന്യൂ പിന്നെ ഹൈ എക്സ്പെൻസീവും ആണ്. അത് പ്രോഫിറ്റബിൾ ആക്കണമെങ്കിൽ ഹൈ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കാറ്റഗറി ഉണ്ട്. പിന്നെ റവന്യൂ കുറവും അറ്റൻഷൻ കുറവായിട്ടുള്ള കാറ്റഗറി ഉണ്ട്. അതുപോലെ തന്നെ ലിറ്റിൽ റവന്യൂ ലിറ്റിൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള കാറ്റഗറി ഉണ്ട്. ഇനി അതിന് 4 ബോക്സായിട്ട് തിരിക്കുന്നത് ഇങ്ങനെയാണ്. പ്രോഫിറ്റബിൾ കസ്റ്റമേഴ്സിന് നമ്മൾ 2 പ്രോഫിറ്റബിൾ എന്നും അൺപ്രോഫിറ്റബിൾ എന്ന് പറഞ്ഞിട്ട് 2 കാറ്റഗറി സൈഡ് ഹെഡിങ് കൊടുക്കും. മുകളിൽ ടാർജറ്റും നോൺ ടാർജറ്റും ആയിട്ടാണ് 2 ഹെഡിങ് കൊടുക്കുന്നത്. അപ്പോൾ പ്രോഫിറ്റബിൾ എന്ന് പറയുന്നതിലാണ് ടാർജറ്റിൽ നമ്മൾ ടാർജറ്റ് ചെയ്യുന്ന കസ്റ്റമേഴ്സാണ്. അതിൽ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള കസ്റ്റമേഴ്സ് അതാണ് റീറ്റെയിൻ എന്ന് പറയുന്ന കാറ്റഗറി. അവരെ നമ്മൾ കമ്പനി ഷുഡ് ലുക്ക് ടു പോസിബിലിറ്റി ഇൻക്രീസ് ബിസിനസ് റിലേഷൻ വിത്ത് ദോസ് കസ്റ്റമേഴ്സ്. ബിസിനസ് മോഡൽ നോട്ട് സിഗ്നിഫിക്കൻ്റ്ലി ചേഞ്ച്. ബിസിനസ് മോഡൽസ് ഒന്നും ചേഞ്ച് ചെയ്യേണ്ട. അവരെ ക്ലോസ് ആയിട്ട് ഷുഡ് ലുക്ക് പോസിബിലിറ്റി ഇൻക്രീസ് ബിസിനസ് ഇൻക്രീസ് ചെയ്യാനായിട്ട് ശ്രമങ്ങൾ നടക്കാം. ഓഫറുകൾ കാര്യങ്ങളൊക്കെ അവർക്ക് കൂടുതലായിട്ട് കൊടുക്കുക. അവർ ടാർജറ്റ് ഗ്രൂപ്പാണ്, പ്രോഫിറ്റബിൾ സെഗ്മെൻ്റാണ്, അവരെ റീറ്റെയിൻ ചെയ്യുക. ഇനി നോൺ ടാർജറ്റ് ഗ്രൂപ്പാണ്, പ്രോഫിറ്റബിൾ ആണ്. അവർ ഓൾറെഡി നമ്മുടെ ഗുഡ്സ് പർച്ചേസ് ചെയ്യാൻ വില്ലിങ് ആണ്, പക്ഷേ അവരെന്താണ് നോൺ ടാർജറ്റ് ഗ്രൂപ്പാണ്. നമ്മൾ ഗ്രൂപ്പിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത ഒരു പോർഷനാണ് അവർ. ദീസ് കസ്റ്റമേഴ്സ് ഡ്യൂ ടു ക്ലോസ്ലി മോണിറ്റർ. നമ്മൾ ടാർജറ്റ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട്, അവരായിട്ട് നമ്മൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ടാവും, അവർ നമ്മളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയുള്ള ഒരു ടീമാണ് ടാർജറ്റ് ഗ്രൂപ്പ്. ഈ നോൺ ടാർജറ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ആൾക്കാരെ നമ്മൾ കോൺടാക്ട് ചെയ്തിട്ടൊന്നും ഉണ്ടാവില്ല. അവർ നമ്മളെ തേടി വരുന്നതാണ്. നമ്മളെ കോൺടാക്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മുടെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ മോണിറ്റർ ചെയ്യുകയാണ് വേണ്ടത്. പ്രോഫിറ്റബിളാണ്, അവർ നമ്മുടെ നിന്ന് പ്രൊഡക്റ്റ് വാങ്ങുന്നു, പ്രോഫിറ്റബിളാണ്, അവർ നമ്മൾ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുകയാണ്. ക്ലോസ്ലി മോണിറ്റർ ചെയ്തിട്ട് അവർക്ക് ഓഫറുകളും കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ അവർ പ്രോഫിറ്റബിളായിട്ട് മാറും. അല്ലെങ്കിൽ അവരെന്തായിട്ട് മാറും, കൃത്യമായിട്ട് മോണിറ്റർ ചെയ്തില്ലെങ്കിൽ അവരെന്തായിട്ട് മാറും, നോൺ ടാർജറ്റ് ഗ്രൂപ്പ്. ഓൾറെഡി നോൺ ടാർജറ്റ് ആണ്, നമ്മൾ ടാർജറ്റ് ചെയ്യാത്ത ഒരു ഏരിയയാണ്, അൺപ്രോഫിറ്റബിളായിട്ട് മാറും. നോൺ ടാർജറ്റ് ഗ്രൂപ്പിലുള്ള ആൾക്കാരെ നമ്മൾ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുകയാണെങ്കിൽ നമുക്കത് പ്രോഫിറ്റബിൾ കസ്റ്റമേഴ്സായിട്ട് മാറ്റാനായിട്ട് പറ്റും. ഇനി ടാർജറ്റ് ഗ്രൂപ്പിൽ തന്നെ അൺപ്രോഫിറ്റബിൾ ആയിട്ടുള്ള ചില ഭാഗങ്ങളുണ്ടായിരിക്കും. അവർ നമ്മൾ ടാർജറ്റ് ഗ്രൂപ്പിന് അവരെ നമ്മൾ കോൺടാക്ട് ചെയ്യുന്നുണ്ടാവും, പക്ഷേ അവരെന്താണ് നമ്മളായിട്ട് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ഡീലിങ്സ് നടത്തിയിട്ടുണ്ടാവില്ല. അവരെ നമ്മൾ എന്ത് ചെയ്യണം, ആക്ഷൻ ട്രാൻസ്ഫോം ദ കമ്പനി എംപ്ലോയ് ഡിഫറെൻറ്റ് സ്ട്രാറ്റജീസ് ടു മേക്ക് ദീസ് കസ്റ്റമേഴ്സ് ഇൻ ടു പ്രോഫിറ്റബിൾ സെഗ്മെൻറ്റ്. അവരെ നമ്മൾ ഡിഫറെൻറ്റ് സ്ട്രാറ്റജീസ് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് എംപ്ലോയ് ചെയ്തിട്ട് ട്രാൻസ്ഫോം ചെയ്തിട്ട് നമ്മുടെ പ്രോഫിറ്റബിളിലേക്ക് മാറ്റണം. അപ്പോൾ ടാർജറ്റ് ഗ്രൂപ്പാണ്, പക്ഷേ അവരിതുവരെ നമ്മുടെ പ്രോഫിറ്റബിൾ ആക്കിയിട്ടുള്ള ഒരു ബിസിനസ് നമ്മളായിട്ട് ചെയ്തിട്ടില്ല. പക്ഷേ നമുക്ക് ചെയ്യാൻ സാധ്യതയുള്ള ആൾക്കാരാണ്. അവരെ നമ്മൾ ട്രാൻസ്ഫോം ചെയ്ത് ഡിഫറെൻറ്റ് സ്ട്രാറ്റജീസ് ഇംപ്ലിമെൻറ്റ് ചെയ്ത് അവരെ നമ്മൾ ട്രാൻസ്ഫോം ചെയ്തിട്ട് പ്രോഫിറ്റബിൾ കസ്റ്റമേഴ്സ് ആക്കിയിട്ട് മാറ്റണം. ഇനി നെക്സ്റ്റ് വരുന്നതാണ് നോൺ ടാർജറ്റ് ആണ്, അൺപ്രോഫിറ്റബിൾ കസ്റ്റമേഴ്സാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് കമ്പനി ഷുഡ് സീസ് എഫേർട്ട് ടു ഡെവലപ്പിംഗ് ദീസ് കസ്റ്റമേഴ്സ്. ഇവരെ ഡെവലപ്പ് ചെയ്യാനായിട്ട് നോൺ ടാർജറ്റ് ആണ്, നമ്മളായിട്ട് ഒരു കോൺടാക്റ്റും ഇല്ല. അതുപോലെ തന്നെ അൺപ്രോഫിറ്റബിൾ ആണ്, ആ സാധനം അവർ പർച്ചേസ് ചെയ്യാനുള്ള സാധ്യതയില്ലാത്ത അങ്ങനത്തെ ആൾക്കാരെ നമ്മൾ കോൺടാക്ട് ചെയ്തിട്ട് പ്രത്യേകിച്ച് ഹെൽപ്ഫുൾ അല്ല. കമ്പനി ഷുഡ് സീസ് എഫേർട്സ് ഇൻ ടു ഡെവലപ്പിംഗ് ദീസ് കസ്റ്റമേഴ്സ്. കാര്യമായിട്ടുള്ള സ്ട്രാറ്റജീസ് ഒന്നും ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട. സച്ച് എ സൊല്യൂഷൻ ടു ഇൻക്രീസ് പ്രൊഡക്റ്റ് ഓർ സർവീസ് സെല്ലിംഗ് പ്രൈസസ് അപ് ടു പോയിൻറ്റ്. ഒരു പരിധിവരെ സർവീസ് ഇൻക്രീസ് ചെയ്യുക, പ്രൊഡക്റ്റുകളിൽ ചേഞ്ച് വരുത്തുക ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ പതുക്കെ ഒരു മോണിറ്ററിങ് ഫീൽഡിലേക്ക്. നോൺ ടാർജറ്റ് ഗ്രൂപ്പാണ്, അൺപ്രോഫിറ്റബിൾ ആയിട്ടുള്ള സെഗ്മെൻ്റാണ്, അവർ നമ്മളിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ സാധ്യത കുറവാണ്. പക്ഷേ എന്നാലും സംടൈംസ് എന്താവാൻ സാധ്യതയുണ്ട്, മോണിറ്റർ ഗ്രൂപ്പിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ട് ചെയ്യുന്നതാണ് കൺസ്യൂമർ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് എന്ന്
മെട്രിക്സ് എന്ന് പറയുന്നത് കേട്ടോ, ക്ലാസിഫിക്കേഷൻ മെട്രിക്സ്. ഇനി അതിൽ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. പെർഫോമിങ് ABC ഓർ ഓൾവേസ് ബെറ്റർ കൺട്രോൾ മെത്തേഡ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക, CPA കാൽക്കുലേറ്റ് ചെയ്യുക, കസ്റ്റമർ പ്രോഫിറ്റബിലിറ്റി അനാലിസിസ് നടത്തുക, ഡിസ്റ്റിങ് സ്ട്രാറ്റജീസും അതിൻ്റെ ബെനിഫിറ്റ്സും കാര്യങ്ങളും നമ്മൾ അനലൈസ് ചെയ്യുക. ഇനി നമ്മൾ വരുന്ന അനദർ ആയിട്ടുള്ള ഒരു ബാരിയർ അല്ലെങ്കിൽ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് പീപ്പിൾ ത്രട്ടൺ ടു ബൈ ചേഞ്ച് ഡു നോട്ട് അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ഓപ്പോസിറ്റ് വിത്ത് എന്ന് പറയും. അതായത് ഇവർക്ക് നമ്മൾ കമ്മീഷൻ എംപ്ലോയീസിന് കമ്മീഷൻ കൊടുക്കും, പക്ഷേ ഈ അൺപ്രോഫിറ്റബിൾ സെഗ്മെൻറ്റിൽ പെടുന്ന ആൾക്കാരെ നമ്മൾ ഓഫറുകൾ കാര്യങ്ങളോ കൊടുത്തിട്ട് പ്രത്യേകിച്ച് ബെനിഫിറ്റൊന്നും ഉണ്ടാവുന്നില്ല. അപ്പോൾ അതാണ് ഒരു ബാരിയറായിട്ട് വരുന്നത്. ഇനി ഓവർകം ലിമിറ്റേഷൻസ് എന്ന് പറഞ്ഞാൽ ഈ ലിമിറ്റേഷൻസ് ഓവർകം ചെയ്യാൻ പറ്റുന്നത് മാനേജ്മെൻറ്റ് നീഡ്സ് ടു സെൻസിറ്റീവ് റിക്വയർ ടു ചേഞ്ച് ഇൻ ദ ഓർഗനൈസേഷൻ ഷുവർ എംപ്ലോയീസ് ഇൻക്ലൂഡ് ഇൻ ദ ഡിസിഷൻ ആൻഡ് ചേഞ്ച്. അതായത് എംപ്ലോയീസിനെ കൂടി ഡിസിഷൻസ് എടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യാം. അതായത് സെയിൽസ് പേഴ്സണ് കമ്മീഷനും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടും ഇവർ പ്രത്യേകിച്ച് പ്രോഫിറ്റബിൾ സെഗ്മെൻറ്റിലേക്ക് വരുന്നില്ല. അപ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള അഭിപ്രായം ഷെയർ ചെയ്യാനുള്ള ഒരു അവസരം കൊടുക്കാം. മാനേജ്മെൻറ്റ് നീഡ് ടു പ്രോപ്പർലി ഇൻറ്റേർണൽ ഇൻസെൻറ്റീവ് മോഡൽ റിവാർഡിങ് സെയിൽസ് പേഴ്സൺ, കസ്റ്റമർ പ്രോഫിറ്റബിലിറ്റി, റവന്യൂ ജനറേറ്റഡ് ബൈ ദ കസ്റ്റമർ. ഇനി കസ്റ്റമേഴ്സ് സെയിൽസ് പേഴ്സണെ റിവാർഡ് ചെയ്യുക. അപ്പോൾ അവർ വഴിയാണ് കസ്റ്റമേഴ്സ് നമ്മൾ അൺപ്രോഫിറ്റബിൾ ആയിട്ടുള്ള കസ്റ്റമേഴ്സ് അടക്കം നമ്മൾ പ്രോഫിറ്റബിലിറ്റിയിലേക്ക് വരുന്നത്. ഈ മിനിമം ലിമിറ്റേഷൻ റിസൾട്ടിങ് ദ CPA's ബാക്ക്വേർഡ് ലുക്കിംഗ് ടൂൾ. കമ്പനി കുഡ് അഡീഷണലി കൺസിഡർ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് കസ്റ്റമർ ലൈഫ് ടൈം വാല്യൂ. ഫോർവേഡ് ലുക്കിംഗ് ആണ്. ബാക്ക്വേർഡ് ലുക്കിംഗ് കഴിഞ്ഞ ടൈമിൽ എങ്ങനെയായിരുന്നു എന്നുള്ള ബാക്ക്വേർഡ് ലുക്കിംഗ് അല്ല, ഫോർവേഡ് ലുക്കിംഗ് കസ്റ്റമർ ലൈഫ് ടൈം വാല്യൂ ഇൻക്രീസ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ട്രൈ ചെയ്യുക എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ.